കാത്തു പൊതിഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ. കഞ്ഞിവെള്ളമൊക്കെ തേച്ച് കാത്തു പൊതിഞ്ഞൊക്കെ വെച്ചേക്കുകയാണ്. ഈ പ്രായമായ കിളവിമാർ കുത്തിയിരുന്ന് ചെയ്യുന്ന കാരണം പിള്ളേരെ അപ്പച്ചന്മാരെ വശീകരിക്കാൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു ടിപ്പുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മഴയൊക്കെ ഇത്തിരി കുറവുണ്ട് കേട്ടോ. മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് കമൻറ്റ് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം. നല്ല ടിപ്പുകളാണ് കേട്ടോ. എനിക്ക് പ്രയോജനപ്പെട്ടു. അത് നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്പും ചെയ്തിട്ടാണ് ഞാൻ വന്ന് നിന്ന് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഒത്തിരി വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. രാവിലെയൊക്കെ ആയതല്ലേ ഉള്ളൂ. വിശേഷങ്ങൾ ഇനി നമുക്ക് നാളെ പറയാം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് കുടുംബശ്രീയൊക്കെ ഉണ്ട്, അതിനൊക്കെ പോകണം. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് എനിക്ക് അപ്പുറത്ത് വെച്ച് വീഡിയോ എടുക്കാനൊക്കത്തില്ല കേട്ടോ. പാട്ടൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് സൗണ്ട് ഉണ്ട്. അപ്പോഴും നമ്മൾ ഇങ്ങോട്ട് വന്നേട്ടോ. രാവിലെ പ്രാർത്ഥനയുണ്ടല്ലോ. ഇത് ഞായറാഴ്ചയല്ലേ, എല്ലാവരും പള്ളിയിലൊക്കെ പോയി കാണും, അമ്പലത്തിലൊക്കെ പോയി കാണും. നമുക്ക് പിന്നെ ഇതിലെല്ലാം കേൾക്കാമല്ലോ. നമുക്ക് നമ്മുടെ യേശുപ്പച്ചനോട് എല്ലാം പറയാമല്ലോ. നമുക്കും കൂടെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. രാവിലെ തുടങ്ങുമ്പം ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ നമ്മുടെ ടിപ്പുമായിട്ടാണ് വന്നത്. ഇന്നും നമ്മൾ സുന്ദരി ആവാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നലത്തെ ടിപ്പൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയോ? ഇതും നല്ല അടിപൊളി പായ്ക്കാണ്. അപ്പോൾ 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 2 സ്റ്റെപ്പും ചെയ്തെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, ഇവൾ എന്താണ് ഈ ചെയ്യുന്നത്, എന്നും ഇങ്ങനെ വെളുത്ത് പാറാനാണോ ഉദ്ദേശം കേട്ടോ. അതൊന്നുമല്ല. നമുക്ക് നമ്മുടെ ആരോഗ്യം പോലെ തന്നെ നമുക്ക് നമ്മുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഓരോരോ ടിപ്പുകളുമായിട്ടൊക്കെ പോകാം. അപ്പോൾ ഇന്നും ഞാൻ എടുത്തേക്കുന്നത് വലിയ ചിലവൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. വലിയ ചിലവുകളൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിന് നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ തലേന്നത്തെ വെള്ളം എടുക്കുന്നതാണ് നല്ലത്. കഞ്ഞിവെള്ളം കേട്ടോ. തലേന്നത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അരി കഴുകത്തില്ലേ, അരി കഴുകി ഇപ്പോഴത്തെ അരിക്കൊക്കെ നല്ല കെമിക്കലൊക്കെ ചേർന്നതാണ്. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അരി അടുപ്പത്തിടുന്നത്. അപ്പോഴൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂറൊക്കെ വെള്ളത്തിനകത്ത് കുറച്ച് അരിയിട്ട് വെക്കണം. എന്നിട്ട് ആ വെള്ളം എടുക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടിലും നമുക്ക് പ്രയോജനം നമുക്ക് ഇതായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ്. കഞ്ഞിവെള്ളം, തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് നല്ലത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തലമുടിയിലൊക്കെ ഞാൻ ഇപ്പോൾ എണ്ണ തേച്ച് വെച്ചേക്കുക. കഞ്ഞിവെള്ളം തേക്കാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം എടുത്തോട്ടോ, അതാണ് നല്ലതെന്ന് തോന്നുന്നു. ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് ജെല്ല്, കറ്റാർ വാഴയുടെ ജെല്ല്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ഇതെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന നമ്മുടെ ജെല്ല് തന്നെ എടുക്കാം. അപ്പോഴാ ജെല്ലാണ് മോളുടെ കട്ടെടുത്തേക്കുവാണ് കേട്ടോ. അപ്പോഴാ ജെല്ലും കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ. എപ്പോഴെന്ത് ചെയ്യുവാണെങ്കിലും ഇത്തിരി നേരം നമ്മളൊന്ന് കൂട്ടി വയ്ക്കും. കൂട്ടം കൂടെ കൂടണം. അപ്പോഴങ്ങനെ കൂട്ടി വെച്ച സംഭവമാണ് ഇത് ആദ്യം നമുക്ക് നന്നായിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം. നമ്മൾ ഇംഗ്ലീഷുകാരിയൊന്നുമല്ല, അപ്ലൈന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ സാധാ നാട്ടും പുറത്തുകാരി, നമ്മുടെ ഈ കടമ്പനാട് ദേശത്ത് ഏഴാമൈൽ ദേശത്തെ ഒരു പാവം നാട്ടുകാരി, ഒരു നാട്ടുംപുറത്തുകാരിയാണ് ഈ സൂപ്പ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ഇംഗ്ലീഷും ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ ഇതിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ. അപ്പോഴേ ഈ എടുത്തു വെച്ചിരിക്കുന്ന സംഭവം നമുക്ക് നന്നായിട്ട് തേച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് കഴിവതും ഒന്ന്
ഇങ്ങനെ മസാജ് ചെയ്യും. അത് ഇംഗ്ലീഷാണ് മസാജ്. ചില ഈ ടി വിക്കകത്തുണ്ടല്ലോ ഈ മലയാളം മാത്രം പറയുന്നത്, അതൊരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ പേര് പ്രദീപ് എന്ന ഒരു പുള്ളിക്കാരനെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് നമ്മൾ കാണുമായിരുന്നു കേട്ടോ. മസാജ് എന്ന് പറഞ്ഞപ്പോൾ അത് ഇംഗ്ലീഷാണ്. നമുക്ക് തേച്ച് പിടിപ്പിക്കാം, പിള്ളേരെ തേച്ച് പിടിപ്പിക്കാം. നല്ല വ്യത്യാസം നമ്മുടെ മുഖത്ത് കിട്ടും. ആദ്യം നമുക്കിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ആദ്യം ഒന്ന് നമ്മുടെ കഴുത്തിലും നന്നായിട്ട് മുഖം വാഷ് ചെയ്ത്, ഇംഗ്ലീഷാണ് വന്നത് അടി, അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും ചെയ്യാൻ. പുറകോട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം, കഴുത്തിൻ്റെ പുറകോട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ എല്ലാം ആയോ? ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് കാപ്പിയായി. സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് വേറൊരു സംഭവം കൂടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്തതിന് ശേഷം നമുക്കത് ചെയ്യണം കേട്ടോ. അപ്പോഴതാണ് ഞാൻ പറഞ്ഞത് 2 സ്റ്റെപ്പ് ഉണ്ടെന്ന്. 2 സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരമൊക്കെ വീഡിയോ ഒക്കെ നീളം കൂടി പോകും. അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞ് ഒക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജ് ഇംഗ്ലീഷ് വന്നു. നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഈ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കറുപ്പൊക്കെ വരുമല്ലോ, അത് ഇനി ഇവിടെ ചുളിവുകൾ ഞാൻ പഠിച്ചു കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചിപ്പോൾ ഇവിടെ ബ്യൂട്ടീഷ്യൻ പഠിക്കുക. ഇപ്പം ഞാൻ ഇവർ കണ്ട് മടുത്ത് കേട്ടോ. എനിക്കിത് സംഭവം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കവിൾ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ, എന്നാലേ ഈ കവിൾ ഇങ്ങോട്ട് വരത്തുള്ളൂ. എനിക്ക് കവിളിനോട് അത്ര താല്പര്യമൊന്നുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല, ഇങ്ങനായിരുന്നു ചേച്ചിമാർ കാണിക്കുന്നത് കേട്ടോ. പാർലറൊക്കെ നടത്തുന്ന നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചേച്ചിമാർ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ക്യാമറയ്ക്കകത്തല്ല ഞാൻ നോക്കുന്നത്, എൻ്റെ മുഖത്തോട്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത്തിരി നേരം നമുക്ക് കഞ്ഞിവെള്ളം തന്നെ വെച്ച് നമുക്ക് ഇങ്ങനെ കഴിക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ മുഖത്ത് ചെയ്യുന്നതെല്ലാം നമ്മുടെ കയ്യിലും കാലയിലും ഒക്കെ നമുക്ക് തേച്ച് പിടിപ്പിച്ച് നമുക്ക് യേശപ്പച്ച ഞങ്ങളെല്ലാവരെയും കാത്തോണേ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇരട്ടത്താടിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് ഇച്ചിരി ഇരട്ടത്താടി വന്നു കേട്ടോ. അതിന് ഇങ്ങനെ എൻ്റെ ബ്യൂട്ടീഷ്യൻ ചേച്ചിമാരെ എന്നെ തല്ലിക്കൊല്ലല്ലേ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കണ്ട് കേട്ടോ. മിക്കവാറും എന്നെ ആരെങ്കിലുമൊക്കെ ഓടിക്കും. ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചത് എപ്പോഴും കേട്ടോ. പ്രായമായ കിളവിമാർ കുത്തിയിരുന്ന് ചെയ്യുന്ന കാരണം പിള്ളേരെ അപ്പച്ചന്മാരെ വശീകരിക്കാൻ. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സുരേഷ് അണ്ണനെ വശീകരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചിലരുടെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ ചിരിയും വരും. അമ്മൂമ്മമാരൊക്കെ ഇരുന്നേ എന്തോ ഫേഷ്യലാ ചെയ്യുന്നത് കേട്ടോ. ഞാനും തീരുമാനിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്തും കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ നെറ്റിയിലെ കുഞ്ഞു വരകളൊക്കെ വന്നു തുടങ്ങി. പ്രായമൊന്നും ആയില്ല ഈ സുപ്പൂന് കേട്ടോ, പ്രായമൊന്നുമില്ല, പ്രായം കുറവൊക്കെയാണ്. അപ്പോഴതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളും ചെയ്യണം കേട്ടോ, ഞാൻ മാത്രം ചെയ്താൽ മതിയോ? ഇന്നത്തെ ഞാൻ പരീക്ഷിക്കുന്നത് നാളെ ചെയ്തിട്ട് റിസൾട്ട് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുശുമ്പൊന്നും ഇല്ലാത്തവരെ എളുപ്പം വെളുക്കും. നമുക്ക് ആർക്കും കുശുമ്പില്ല കേട്ടോ, നമുക്ക് ആർക്കും കുശുമ്പില്ലാത്തവരാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മളിതെല്ലാം ചെയ്യണം. അത് എന്ത് കാര്യങ്ങളാണെങ്കിലും എൻ്റെ ഒരിതിൽ ഞാൻ അതേ പറയത്തുള്ളൂ. എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് വേണം എന്നും പറഞ്ഞ് നമ്മൾ ചെയ്താൽ അത് പ്രയോജനപ്പെടും, അത് ശരിയാവും. ഞാനിങ്ങനെ നമ്മുടെ അണ്ണൻ പറയും, ഞാൻ എന്ത് വിചാരിച്ചാലും അത് നടത്തും, എങ്ങനെയെങ്കിലും നടത്തും. അതെപ്പോഴും നമ്മുടെ അണ്ണൻ പറയും. സത്യം, അതെൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. എന്തോ ദൈവം തമ്പുരാൻ അതെല്ലാം എനിക്ക് നടത്തിയും തരുന്നുണ്ട് എൻ്റെ തമ്പുരാന് കേട്ടോ. എന്ത് വിചാരിച്ചു പിന്നെ ഈ സുപ്പുവിന് കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ളു കേട്ടോ. അതുകൊണ്ട് തമ്പുരാൻ അതെല്ലാം എനിക്ക് നടത്തിയും തരുന്നുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് സത്യം എൻ്റെ കുഞ്ഞു ആഗ്രഹങ്ങൾ ഇതുവരെ എനിക്ക് തമ്പുരാൻ എല്ലാ കാര്യങ്ങളും ഈ
നമ്മൾ ദൈവത്തെ മറന്നൊന്നും ജീവിക്കരുതല്ലേ. മുറുകെ പിടിക്കണം എപ്പോഴാണേലും നമ്മുടെ കഷ്ടപ്പാടിലും നമ്മളുടെ വളർച്ചയിലും എല്ലാം തമ്പുരാനെ കൂടെ പിടിക്കണം, കൂടെ കരുതണം. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് നമ്മൾ പുള്ളിക്കാരനെ മറന്നുപോയാൽ തീർച്ചയായിട്ടും ഫലം നമുക്ക് തരും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇച്ചിരി എത്ര സമയം നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും, ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കേട്ടോ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഒരുപാട് സമയം ആവത്തില്ലേ, നമ്മുടെ കയ്യിലൊക്കെ നമുക്ക് ഇതുപോലെ തേച്ചിട്ട് കഞ്ഞിവെള്ളം കൊണ്ട് തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എണ്ണ തേച്ച് വെച്ചേക്കോ, ഇനി കഞ്ഞിവെള്ളം തേക്കണം മുടിയിൽ. എന്നിട്ട് ഇത്തിരി നേരം ആയല്ലോ, 10 മിനിറ്റ് ആയല്ലോ. രക്തയോട്ടത്തിനൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അമ്മമാർ ഇത് ചെയ്യുന്നതാണ്. അതേ ഇങ്ങനെ ഇവിടെ ഒരു 5 പ്രാവശ്യം. സത്യം നമ്മൾ തമാശ അവരൊക്കെ ചെയ്യുന്നത്, പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മളുടെ കണ്ണിൻ്റെ സംരക്ഷണത്തിനും ഒക്കെ അവർ ചെയ്യുന്നതാട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടാട്ടോ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, സുപ്പുന് ഇതൊക്കെ അറിയത്തുള്ളൂ, ബ്യൂട്ടീഷ്യനൊന്നും പഠിച്ചല്ല. എന്നാലും നമ്മുടെ ചേച്ചിമാർ ചെയ്യുന്നത് കണ്ട് ഞാൻ ഇപ്പം പഠിക്കുന്നതാട്ടോ ഓരോന്ന്. ഇവിടെ നമുക്ക് 2 സൈഡിൽ. പിന്നെ ഞാൻ എപ്പോഴും ഞാൻ കുളിക്കുമ്പം എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ചൂടുവെള്ളം ബാത്റൂമിൽ നമ്മൾ ഉള്ളത് കൊണ്ട് എനിക്ക് പിന്നെ അതൊരു രക്ഷയാണ്. നമ്മൾ തുണി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി നമുക്ക് മുഖം ഇങ്ങനെ ആവി കൊള്ളുന്നതിന് പകരം കേട്ടോ നമുക്ക് നല്ലതാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ മുഖക്കുരു ഒന്നുമില്ലാത്ത. ഞാനത് പണ്ട് മുതലേ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ ഒരു സംഭവം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മുഖക്കുരു ഇല്ല കേട്ടോ. മുഖക്കുരു ഇല്ലാത്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത്തിരി നേരമായില്ല, 5 മിനിറ്റ് 10 മിനിറ്റ് ആയെന്ന് തോന്നുന്നു കഥയും പറഞ്ഞ്. ഇനി നമുക്ക് ഇത് തുടച്ചിട്ട് നമുക്ക് വേറെ സംഭവം ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സംഭവം ഇപ്പം തന്നെ കണ്ട് നമുക്ക് നല്ല വ്യത്യാസം നമ്മുടെ മുഖത്ത്. ചിലരൊക്കെ പറയും കളിപ്പീരാന്നൊക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ കേട്ടോ. നമുക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളിതിപ്പം മാജിക്കോ ഒന്നുമല്ല നമ്മളൊക്കെ കാണിച്ചു തരുന്നത് നമ്മൾ കേട്ടോ. പിന്നെ പെരക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെട്ടമില്ലല്ലോ. നമ്മളെ എത്ര യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നവർക്കറിയാം. എപ്പോഴും എല്ലാവരോടും പറയുന്നത് അല്ല വെട്ടമുള്ളിടത്ത് വെച്ച് ചെയ്താലല്ലേ നമുക്കതൊക്കെ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ അല്ലേ. ഇപ്പോഴും നന്നായിട്ട് തുടച്ചിട്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ചെയ്യണം. ഒന്നും കൂടെ ചെയ്യുന്ന എന്താണോ, നമ്മുടെ ചോറുണ്ടല്ലോ, വെള്ളച്ചോറ് തന്നെ എടുക്കണം കേട്ടോ. നമ്മുടെ ചുമന്ന അരിയുടെ ചോറ് എടുക്കുക. ഇത് കണ്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചെയ്തതിൽ എനിക്കറിയാം ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ വെള്ള അരിയുടെ ചോറ് തന്നെ എടുക്കണം കേട്ടോ. കഴിവതും ചുമന്ന അരിയുടെ എടുക്കരുത് കേട്ടോ. കൊറിയൻ എന്നാണ് യഥാർത്ഥത്തിൽ, പക്ഷെ ചിലർ കൊറിയർ എന്ന് പറയുന്നത് വേറെയല്ലേ, നമുക്ക് ഇങ്ങനെ വരുന്നതല്ലേ കൊറിയർ. ഇതിപ്പോൾ കൊറിയൻ റെസിപ്പിയാണ് കേട്ടോ. അവിടെ ഉള്ള പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ജപ്പാൻകാരൊക്കെ വെളുത്ത് തുടുത്തൊക്കെ നടക്കുന്നത്. അപ്പോഴും നമുക്ക് ഈ നാട്ടിൻപുറത്തോട്ടുള്ള പെണ്ണുങ്ങൾ ഒന്ന് വെളുക്കണം എന്ന് ആർക്കും ആഗ്രഹമില്ലാത്തത്. അപ്പോഴും ഞാനും അതുകൊണ്ട് ഇങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴും വെള്ള അരിയുടെ ചോറ് നന്നായിട്ട്, അത് മാത്രം മതി കേട്ടോ, അത് നന്നായിട്ട് നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ടൊരു 10, 15, 20 മിനിറ്റ് നിങ്ങൾ നിന്നിട്ട് തുടച്ചെടുത്താൽ മതി. തുടച്ചോ, ഞാൻ എപ്പോഴും ഇപ്പം കുളിച്ചിട്ടാണല്ലോ വരുന്നത്. എപ്പോഴും നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എനിക്ക് പുറത്തുനിന്നുള്ള വെട്ടം കാരണം എനിക്ക് എന്നെ തന്നെ കാണാൻ വയ്യ കേട്ടോ. എൻ്റെ പൊന്നെ, രാവിലെ മഴ വരും പോവും, ഇങ്ങനെ നിൽക്കുക, തുണി വാരിയിടണോ. അതേ ഇവിടെ എല്ലാം നമ്മുടെ ഈ ഷീറ്റിൻ്റെ അടുത്തെല്ലാം വാരിയിട്ടേക്കോ. എന്ത് ചെയ്യാം, മഴ ഇല്ലാഞ്ഞപ്പോൾ. എന്നിട്ട് ഇന്നലത്തെ കമൻറ്റിൽ ആരോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്താ ചേച്ചി കുട്ടിച്ചാത്തനെ, ഞാനിപ്പോൾ എപ്പോഴും കുട്ടിച്ചാത്തൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, കുട്ടിച്ചാത്തനെ ഇങ്ങോട്ട് വിട്, ഇവിടെ മഴയില്ലെന്ന്.
ചോറ് മാത്രം ഇത് കേട്ടോ. ചോറ് അരഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ കഞ്ഞിവെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ. ഇതെല്ലാം നമ്മുടെ കയ്യിലും വാരി തേച്ചോ കേട്ടോ. കൈയൊക്കെ വെളുക്കണ്ടേ നമുക്ക്. ഞാൻ പിന്നെ കയ്യിലൊന്നും തേക്കത്തൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം വേറെ പാത്രം എടുക്കണ്ടെന്ന് വിചാരിച്ച് സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ ഇനി എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കേട്ടോ. ഇനി വേറെ പണി കിടക്കുന്നത് നമ്മൾ കാർക്കൂന്തലിനകത്ത് പരിപാടിയൊന്നും ചെയ്തില്ല. അതും കൂടെ ചെയ്തിട്ടേ ഞാൻ കുളിക്കുന്നുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഉണങ്ങാൻ നേരം നമ്മൾ സംസാരിക്കുകയേ ചെയ്യേണ്ട. ഇപ്പം പിന്നെ നമ്മൾ നല്ല ഇതായിട്ടിരിക്കും. നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എപ്പോഴും പറയുന്നത് എന്നാലും പെണ്ണുങ്ങളൊക്കെ അങ്ങ് ചിലച്ച് പോകും. പെണ്ണുങ്ങളുടെ നാക്കകത്ത് കിടക്കത്തില്ലല്ലോ. നിങ്ങളീ പറ എങ്ങനെ കിടക്കും? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊതിഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? അവരുടെയൊക്കെ മുഖം നമ്മൾ സത്യം നമ്മൾ കണ്ടിട്ടില്ല. ഇത് കണ്ണാടി പോലെ അവരുടെയൊക്കെ മുഖം ഇരിക്കുന്നത്. എന്തൊരു രസമാണ്. അപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ ചേച്ചിമാർ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. എല്ലാവരും ഇതൊക്കെ വാരി തേച്ചു. എന്തായാലും ചോറൊക്കെ നമ്മൾ എന്തുമാത്രം ചോറൊക്കെയാണ് കളയുന്നത്, സത്യമല്ലേ? അത് ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചിട്ട് അരച്ചിങ്ങനെ തേച്ച് നോക്കിക്കോളൂ. നന്നായിട്ട് വാഷ് ചെയ്യണം അതിന് ശേഷം കേട്ടോ. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് ഇങ്ങനെ നിന്നിട്ട് കുളിച്ചിട്ട് വരാം കേട്ടോ. എനിക്ക് ഇങ്ങനെ തുടയ്ക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. തുടച്ച് കാണിക്കാം, പക്ഷേ നോക്കട്ടെ ഉണങ്ങട്ടെ. എന്നിട്ട് തുടച്ചിട്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് രണ്ടും കൂടെ തലയിലും തേക്കാം നമ്മുടെ മുഖത്തെയും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് കുളിച്ചിട്ട് വരാം കേട്ടോ. മതിയല്ലേ? കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് തലമുടിയിൽ. അപ്പോഴതും ഒന്ന് തേച്ചിട്ട് ശരിയാക്കട്ടെ. ഇനി ഇത്തിരി നേരത്തേക്ക് നമ്മൾ മായാടച്ച് വീഴും കേട്ടോ. നമ്മുടെ ഈ ഒരു പായ്ക്ക് ഒരു 10-15 മിനിറ്റ് ആയി കേട്ടോ. കുറേ ഇരിക്കുന്ന കേട്ടോ. അന്നേരം ഒരു 10-15 മിനിറ്റായി. അപ്പം ഞാൻ വിചാരിച്ചേ നമുക്ക് മുടിയിലൊന്നും തേച്ചില്ല. ആ കഞ്ഞിവെള്ളം നമുക്ക് മുടിയിലും കൂടെ തേച്ച് പിടിപ്പിക്കാം. ഈ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് എൻ്റെ അമ്മാവ എനിക്ക് കോപ്പിറൈറ്റ് വല്ലതും തരുമോ. നമ്മുടെ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥന കുഴപ്പമില്ല. പക്ഷേ ഈ കൊച്ചുങ്ങൾ പാട്ടൊക്കെ വെച്ചിരുന്നു. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഞാനത് എടുത്ത് നോക്കിയപ്പോഴാണ് പാട്ട് നന്നായിട്ടുണ്ട്. എൻ്റെ അമ്മാവ എനിക്കറിയത്തില്ല. കോപ്പിറൈറ്റ് ആണെങ്കിൽ നമ്മൾ ഈ വീഡിയോ അപ്പോഴേ എടുത്ത് കളയും കേട്ടോ. ഞാൻ പിന്നെ ഇട്ടേക്കത്തില്ല. അങ്ങനെ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് 2-3 എണ്ണം. ഇത്രയും വരെ എത്തിച്ച നമ്പുരാനെ ഇനിയും മുൻപോട്ടുള്ള യാത്രയിലാകും കൂടെ കാണണേ കോപ്പിറൈറ്റ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അത് അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഈ പിള്ളേരുണ്ടെങ്കിൽ രാവിലെ അവർ പാട്ട് വയ്ക്കും. ഭക്തിഗാനങ്ങളൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഈ സിനിമാ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്മാവൻ നമുക്കിട്ട് പണി തരും. എനിക്ക് പേടിയാട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പം എഡിറ്റൊക്കെ ചെയ്യുമ്പം സൗണ്ട് കൂട്ടിയും കൂടെ ചെയ്യുമ്പോൾ നല്ല വോയിസ് ഇത് ശബ്ദം കാണും കേട്ടോ. നോക്കട്ടെ. ഇല്ലെങ്കിൽ ഇത് കോപ്പിറൈറ്റ് ആണെങ്കിൽ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ ഡിലീറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് വല്ലാത്ത കഷ്ടവും തോന്നും. അഥവാ ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് കേട്ടോ. മുന്നോട്ടിട്ടാൽ മുടി മുഖത്താവും കേട്ടോ. എപ്പോഴും ഞാൻ മുന്നോട്ടിട്ടാൽ മുടിയിൽ തേക്കുന്നത്. ഇന്നിപ്പോൾ അത്രയും നേരം കൊണ്ട് എൻ്റെ പായ്ക്ക് ഇരിക്കട്ടെ കേട്ടോ. ഉണങ്ങി കേട്ടോ. ഞാനിനി ഇതൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ സംസാരിച്ചില്ല കേട്ടോ. സംസാരിക്കാതിരിക്കണം കേട്ടോ. ഇപ്പം പിന്നെ ഞാനിത് പറയാൻ വേണ്ടി സംസാരിച്ചത് കേട്ടോ. സംസാരിക്കരുത്. നമ്മുടെ മുഖത്ത് ചുളുക്കുകൾ വീഴും. നമ്മൾ ഇത് ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. ചേച്ചിമാർ അങ്ങനെ പറയുന്നത്. അവർക്കൊക്കെ അറിയാമല്ലോ ഇതിനെപ്പറ്റി. ഇപ്പം പിന്നെ ഞാൻ സംസാരിച്ചെന്നേ ഉള്ളൂ. അപ്പോഴേ ഞാൻ കുളിച്ചിട്ടൊക്കെ വരത്തുള്ളൂ ഇനി കേട്ടോ.
നമ്മളെ കുളിച്ചിട്ടൊക്കെ വന്നു. എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ ചോദിച്ചാൽ രണ്ടും പറയത്തില്ല. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടിപ്പുകളൊക്കെ ചെയ്തിട്ട് ദേ വെളുത്തത് അവരുടെ രണ്ടിൻ്റെ മുന്നിലോട്ട് കൊണ്ട് മുഖം കാണിക്കും. ഇവർ പറയത്തില്ല, ഇവരിരുന്ന് ചിരിക്കും. അപ്പോൾ എനിക്ക് സങ്കടം വരും. പിള്ളേർ പറയത്തില്ല കേട്ടോ, കുശുമ്പം പിള്ളേരെ. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഞാൻ ഈ 2-3 ദിവസം കൊണ്ട് ചെയ്യുന്നതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇന്നത്തെ നമ്മുടെ ടിപ്പാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഒരു മിനുമിന എന്ന് നമുക്ക് തോന്നത്തില്ലേ? സത്യമായിട്ട് നമുക്ക് ഒരു ഇച്ചിരി എണ്ണമയമോ എന്തോ പോലെ. ഇനി ആ ചോറ് തേച്ചതിൻ്റെ ആണോ എന്തോ എനിക്കറിയത്തില്ല. എനിക്ക് നല്ലൊരു സന്തോഷം തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ടിപ്പ് കേട്ടോ. നല്ലൊരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് എന്തുമാത്രം ചോറൊക്കെ നമ്മളൊക്കെ എടുത്ത് കളയുന്നു. അപ്പോഴും ഒരു ഇച്ചിരി മതി, ഒരു 2 സ്പൂൺ മതിയെന്ന് തോന്നുന്നു. നമ്മുടെ കുഞ്ഞുമുഖത്തിടെ 2 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴും കാർക്കൂന്തൽ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്, അത് ആരെയും കാണിക്കത്തില്ല. ചില ചേച്ചിമാർ പറയുന്നുണ്ട് ഈ കാർക്കൂന്തൽ ഇങ്ങനെ കാണിച്ചാൽ കണ്ണ് കിട്ടുമെന്ന്. അതുകൊണ്ട് ഇനി ഞാൻ കാണിക്കുന്നില്ല. അതും നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ. കഞ്ഞിവെള്ളമൊക്കെ തേച്ച് പൊതിഞ്ഞൊക്കെ വെച്ചേക്കുകയാണ്. ഇനി എനിക്ക് പൊട്ടും കമ്മലുമൊക്കെ ഇടണം കേട്ടോ. ഇനി പൊട്ടി കമ്മലൊക്കെ ആയിട്ടെ. അപ്പോഴിതിൻ്റെ നമ്മുടെ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കാണിക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടൊക്കെ ഇട്ടാൽ പിന്നെ വേറൊരു ഷേപ്പായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോഴെല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം. എന്ത് തന്നെയാണെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് നമുക്ക് വ്യത്യാസം മനസ്സിലാവത്തില്ല കേട്ടോ. അത് എന്നെ അടിച്ച് കൊല്ലരുത് നിങ്ങൾ. ഞാനാണെങ്കിൽ തന്നെ ഒരു ദിവസം ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ സൗന്ദര്യമായോ അല്ലെങ്കിൽ വെളുത്തോ എന്നൊക്കെ നോക്കിയാൽ എനിക്കും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഇഷ്ടമായ പിന്നെ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം. കുഞ്ഞു നമ്മുടെ കുട്ടി ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ എപ്പോഴും ടിപ്പുകളൊക്കെ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഇത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതും ഒന്നുമല്ല. ചേച്ചിമാർ കാണിച്ചു തരുന്നത് നമ്മളും കൂടെ അങ്ങോട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് നമ്മളൊക്കെ ഈ കുഞ്ഞു ചേച്ചിമാരൊക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ആരും തല്ലിക്കൊല്ലല്ലേ പ്ലീസ് കേട്ടോ. സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മളാരും വലിയ മിടുക്കന്മാരോ ഒന്നുമല്ല കേട്ടോ. ആദ്യമല്ലല്ലോ അവസാനമേ പറയാം. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആണോ അതൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. വലിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാരും മുൻപോട്ടുള്ള യാത്രയിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ.